श्रीरामकृष्णचरणौ वचसा घृणामि श्रीरामकृष्णचरणौ शिरसा नमामि श्रीरामकृष्णचरणौ शरणं प्रपद्ये जननीं शारदां वन्दे रामकृष्णप्रियानुगां सच्चित्सुखस्वरूपां तां देवकार्यसमुद्यतां ब्रह्मचर्यवृदीदण्डी सर्ववेदान्तपण्डित श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा. സംപൂജ്യരായ എല്ലാ സ്വാമിജിമാരുടെയും മുമ്പിലും ഭക്തജനങ്ങളുടെ മുമ്പിലും എൻ്റെ വിനീത നമസ്കാരം. ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നെപ്പറ്റി ഇവരൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അവർക്ക് ആർക്കും അതിൻ്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി. ആ രഹസ്യമാണ് അപാര മഹിമ, ഗുരുമഹിമ. അതിലപ്പുറമായിട്ട് യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരുമഹിമ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നല്ലൊരു കുടുംബത്തിൽ ജനിക്കുക, നല്ല അച്ഛനമ്മമാരുടെ സത്സന്താനമായിട്ട് ജനിക്കുക. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി. തപസ്വിനികളും മഹാമനീഷികളുമായ അച്ഛനമ്മമാരുടെ കുടുംബത്തിൽ ജാനകീരാമന്മാരെ സൃഷ്ടിച്ച അയോധ്യയിൽ തികച്ചും അതൊരു അയോധ്യ തന്നെയായിരുന്നു. യാതൊരു തരത്തിലുള്ള അപശബ്ദങ്ങളുമില്ലാതെ നല്ല പോലെ വളർന്നു വരാൻ പറ്റിയ ഒരു അയോധ്യ തന്നെയായിരുന്നു. വളരെ ചെറുപ്പത്തിലേ തന്നെ സത്സംഗ പ്രഭാഷണങ്ങളിലേക്ക് പോകുക, അത് കേൾക്കുക, വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം. ഞാനിരുന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എവിടുന്ന് തുടങ്ങുന്നു? വിവേകാനന്ദ കേന്ദ്ര ശിലാസ്മാരകത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന മന്നത്ത് പത്മനാഭൻ, അവിടെ നിങ്ങൾ പോന്നു കഴിഞ്ഞിട്ട് ശ്രീമദ് രംഗനാഥാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ, പിന്നെ അവിടെയുള്ള സന്യാസി ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ് എൻ്റെ ഉള്ളിലേക്ക് ശ്രീകൃഷ്ണനെ കടത്തി വിട്ടത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസവം 6-7 വയസ്സിൽ കേട്ടതാണ് എത്രയിലുക്യമഹീയസോഭിമഹിതം എന്നുള്ള ആ ശ്ലോകം. അന്ന് മുതൽക്കാണ് ശ്രീകൃഷ്ണൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നത്. അതേമാതിരി രംഗനാഥാനന്ദ സ്വാമികൾ എന്നെ പഠിപ്പിച്ചു, മോളെ, ഈ സമുദായം മുഴുവനും പുഴുക്കുത്തുകളെ കൊണ്ട് നിറഞ്ഞതാണ്. നീ അതിൽ പുഴുക്കുത്തില്ലാത്ത ഒരു നല്ല സെല്ലായിട്ട് പ്രവർത്തിക്കൂ. അത് അദ്ദേഹത്തിൽ നിന്നാണ് എന്നെ പഠിച്ചത്. നീ ജോലിയൊന്നും വിട്ട് കളഞ്ഞു പോകേണ്ട. വിവേകാനന്ദ സ്വാമി ജോലിയൊന്നും വിട്ട് കളയാൻ പറയുന്നില്ല. എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ മറ്റുള്ളവർക്കൊരു ആദർശമായി പ്രവർത്തിക്കൂ. അതേമാതിരി സംപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ എന്നോട് പറഞ്ഞു, നീ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷയാണ്. പലതരത്തിലുള്ള വിഷമങ്ങളും നിനക്കുണ്ടാകും. പക്ഷെ ആ സമയത്തെല്ലാം ഒരു മുറിയിൽ വാതിലടച്ചിരുന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ആ വാക്കുകൾ, നിമിത്തം മാത്രം ഭവ സവ്യസാചിൻ, അത് ഒരു വീട്ടുകൊണ്ടിരിക്കൂ, എല്ലാ ദുഃഖങ്ങളും മാറും, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഇല്ലേ. ആ അനുഗ്രഹം, ഈ സജ്ജനങ്ങളുടെ എല്ലാം അനുഗ്രഹമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റേതായിട്ട് യാതൊന്നുമില്ല. അപാര മഹിമ, ഗുരുമഹിമ. അതിനെനിക്ക് ഒരു നിമിഷം പോലും ഞാനത് മറക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഗുരുവിൻ്റെ മഹിമയാണ്. വളരെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ച ഒരു ചിത്രം, ഷിക്കാഗോ പോസ്റ്റിലുള്ള ചിത്രം കണ്ട് അതിൽ പ്രഭാവിതയായി അന്ന് എട്ടും പൊട്ടും തെറിയാത്തൊരു പെണ്ണ് തൻ്റെ ജീവിതം സ്വാമിജിക്ക് വേണ്ടി സമർപ്പിച്ചു. സ്വാമിജി അത് മറന്നില്ല, ഞാൻ മറന്നു. ഞാൻ പല കൈവഴികളിലേക്കൂടിയും തിരിഞ്ഞു പോയി എങ്കിലും അദ്ദേഹം അത് മറന്നില്ല. സമയസന്ദർഭങ്ങളിലെല്ലാം എന്നെ അത് ഓർമ്മിപ്പിച്ചു, ഇതല്ല നിൻ്റെ മാർഗം, ഇതല്ല നിൻ്റെ മാർഗം, ഇതല്ല നിൻ്റെ മാർഗം എന്ന്. അവസാനം ചെന്നെത്തിയത് ഏകനാഥനാനടിയുടെ മുമ്പിലാണ്. അതിനു മുമ്പ് കുറച്ചുകൂടി പറയാനുണ്ട്. ഈ നിർമ്മലാനന്ദ സ്വാമി ഇവിടെ നമ്മൾ കേൾക്കുമുണ്ടായല്ലോ, കേരളത്തിൻ്റെ മണ്ണിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഗംഗയെ കൊണ്ടുവന്ന ഭഗീരഥനായിരുന്നു നിർമ്മലാനന്ദ സ്വാമികൾ. ഞാനിങ്ങനെ ആലോചിച്ചു, നിർമ്മലാനന്ദ സ്വാമികൾ ഞാനായിട്ടൊരു ബന്ധം ഉണ്ടാവണമല്ലോ, എവിടെയാണ് ആ ബന്ധം കിടക്കണേന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രോഹിണി നക്ഷത്രം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അഗാധ തലങ്ങളിൽ എവിടെയോ ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യ ശിഷ്യരായിരുന്നു അംബാനന്ദ സ്വാമികൾ.
അമ്പാനന്ദ സ്വാമികളെ മാതൃദേവിയെ പറ്റി എഴുതിയിരിക്കുന്ന മനോഹരമായൊരു കവിതയുണ്ട്. തായേ നമസ്കാരം, തായേ നമസ്കാരം. ഞാനൊരു 10-12 വയസ്സ് മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെല്ലുന്നതാണ് അത്. അപ്പോൾ അതിൽ കൂടി എൻ്റെ മെസ്സേജ് അദ്ദേഹത്തിലേക്ക് ചെന്നെത്തിയിട്ടുണ്ടാവും. അത് നിങ്ങളെല്ലാവരും കുട്ടികളെ പോലും പഠിപ്പിക്കണം. ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ, ആരോടും വീഴ്ച വാക്കോതിരായുവാൻ, ആർക്കും മനോദുഃഖം ഞങ്ങളാൽ തോന്നായുവാൻ, കാക്കണേ തൃപ്പാദം കുമ്പിടുന്നേൻ. അമ്മതൻ കുഞ്ഞുങ്ങൾ എല്ലാവരുമെന്നു ചിന്മയെ ഞങ്ങൾക്ക് തോന്നി നിന്നാമം എപ്പോഴും ഭക്തിയാർന്നമ്പികെ നന്നായി ജപിക്കുമാറായിടണം. ഇതാണ് മാത്രമേ ഉള്ളൂ എൻ്റെ ഫിലോസഫി. എനിക്ക് അതിനപ്പുറം ഒന്നും പറയാൻ വയ്യ. ലക്ഷ്മിയുടെ മാതിരി പ്രസംഗിക്കാനോ ദുർഗയുടെ മാതിരി അമേരിക്കയിലും സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ അതിനൊന്നും ഒരു കഴിവില്ല. അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നപ്പോൾ മനസ്സിലായി ഈ അണുക്കളെ നോക്കിയിരുന്നിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് സ്വാമിജി വന്ന് വിളിച്ചു. ആരുടെ രൂപത്തിൽ? ഞാൻ നിന്നോട് പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതെല്ലാം സ്വാമിജിയുടെ വാക്കാണ് എന്ന് പറഞ്ഞ ഏകനാഥജി പറഞ്ഞു. പിന്നെ ഒന്നും പറയാൻ നിവൃത്തിയില്ലായിരുന്നു. അമ്മയുടെ അനുഗ്രഹം വേണം. അത് പറഞ്ഞു അമ്മ നിന്നെ അനുഗ്രഹിക്കും, സംശയമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇത് സ്വാമിജി നിശ്ചയിച്ചിട്ടുള്ളതാണെന്ന്. അങ്ങനെ സ്വാമിജിയുടെ നിശ്ചയം കൊണ്ടാണ് ഞാൻ ഈ വഴിക്കൊക്കെ വന്നു ചേർന്നത്. എൻ്റെ ഒന്നുമില്ല ഇതിൽ. പിന്നെ സ്നേഹിക്കാൻ പഠിച്ചു, ത്യജിക്കാൻ പഠിച്ചു, സേവനത്തിന് പഠിച്ചു. അത് 3 മാത്രമേ എൻ്റെ കൈവഴികളായിട്ടുള്ളൂ. വേറെ യാതൊരു അറിവും ഒന്നുമില്ല. എനിക്ക് ലക്ഷ്മിയുടെ മാതിരി വലിയ ഉപനിഷത്തുകളെ പറ്റി പറയാനോ ഇന്ദിരാകൃഷ്ണകുമാരനെ പറ്റി പറയാനോ ഒന്നും അറിയില്ല. പക്ഷേ അവരിരിക്കുന്ന വേദികളിലൊക്കെ ഞാനും വന്നിരിക്കും. ഞാൻ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രം. ലക്ഷ്മി പറഞ്ഞ മാതിരി മാതൃഭാവം, അതിനെ പറ്റിയിട്ട് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല. എന്താണെന്ന് വെച്ചാൽ വളരെ മനസ്സിനെയായിരുന്ന അമ്മയായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഫിലോസഫി ഞാൻ പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും എൻ്റേതല്ല. അതെല്ലാം ആ ഗുരുപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. വിവേകാനന്ദ സ്വാമിയുടെ അനുഗ്രഹമല്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊരു വെളിച്ചവും തന്നെയില്ല. ഞാൻ ആദ്യമൊന്നും ശ്രീരാമകൃഷ്ണദേവനെ സ്വീകരിച്ചിരുന്നില്ല. വിവേകാനന്ദ സ്വാമി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദക്ഷിണാഫ്രിക്കയിൽ 3 മാസത്തെ ഒരു പര്യടനത്തിന് പോയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഭൂജ്യ സ്വർഗീയ ശിവപാദാനന്ദ സ്വാമി പറഞ്ഞു, അത് ശരിയല്ല, നീ വിവേകാനന്ദനെ മാത്രം കൊണ്ട് നടന്നാൽ പോരാ, ശ്രീരാമകൃഷ്ണദേവനെ സ്വീകരിക്കാൻ പഠിക്കണമെന്ന്. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പോയി ദീക്ഷ എടുക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് ദീക്ഷ എടുത്തത് തപോവനാനന്ദ സ്വാമികളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ആരാണ്, ശ്രീരാമകൃഷ്ണനാണോ? ലക്ഷ്മി പറഞ്ഞ മാതിരി ശാരദാദേവിയെ പറ്റി ചിന്തിക്കുമ്പോൾ അഗാധമായ തലത്തിലുള്ള ചില ധ്യാനങ്ങളിലൊക്കെ ചെന്ന് മുട്ടും. അവരെ ആരായിരുന്നു? ശ്രീരാമകൃഷ്ണദേവി വേണ്ടിയിട്ട് ശാരദാദേവി ജനിച്ചോ അതോ ശാരദാദേവിക്ക് വേണ്ടി ശ്രീരാമകൃഷ്ണൻ ജനിച്ചോ? എൻ്റെ മനസ്സിൽ അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. രാമകൃഷ്ണ മഠത്തിലുള്ളവർക്ക് അത് ഇഷ്ടാവില്ലേ ഞാനത് പറഞ്ഞാൽ, പക്ഷേ കാര്യം അതാണ്. അമ്മയ്ക്ക് വേണ്ടി മോൻ ജനിച്ചോ മോന് വേണ്ടി അമ്മ ജനിച്ചോ അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമാക്കുകയാണ്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഇവിടെയെല്ലാം എനിക്ക് സംശയവും തീർച്ചയായും വന്നിട്ടുണ്ടോ, അപ്പം അവിടെ വരും ശ്രീരാമകൃഷ്ണദേവൻ. ചെറിയ ഇന്നൊടുക്കേണ്ട സാരി ഏതാണെന്ന് ഞാൻ ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചപ്പോൾ തന്നതാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾ വാസ്തവത്തിൽ വിശ്വസിക്കില്ല. ഇതാണ് എൻ്റെ അനുഭവം. എന്തെനിക്ക് വേണം ഞാൻ ഉടനെ പറയും ഭഗവാനോട്, ഭഗവാൻ അത് ഉടനെ സാധിപ്പിച്ചു തരും. അത്രത്തോളം ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേട്ടം. കേന്ദ്രത്തിൽ വന്നു, ആദ്യമായിട്ട് ഏകനാഥജിയെ പരിചയപ്പെട്ടു. അപ്പോൾ ഏകനാഥജി പറഞ്ഞു, നീ എന്തിനാ വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞ് പിന്നെ ഈ മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ജീവിതം കളയണത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെങ്കിലൊക്കെ ഇങ്ങോട്ട് കൊണ്ട് നടക്കണ്ടേ ജീവിതം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് എന്താ വേണ്ടത്? സമ്പത്താണെന്നുണ്ടെങ്കിൽ വിവേകാനന്ദ കേന്ദ്രത്തിൽ വന്നോളൂ. നിനക്ക് എന്ത് സമ്പത്ത് നിനക്ക് വേണമെങ്കിൽ അത് നിൻ്റേതാകും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലൗകികമായ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നത്? പിന്നെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു കുടുംബം, ഭർത്താവ്, കുട്ടികൾ, അതിനൊക്കെയാണ് ആഗ്രഹിക്കണേ. നിനക്ക് വസുദൈവ കുടുംബത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ നിനക്ക് തരാം. പിന്നെ നിനക്ക് വേണ്ടത് എന്താ? വലിയ സയൻറ്റിസ്റ്റ് ആവണം, ജ്ഞാനതൃഷ്ണയാണോ?
അതും വേണ്ട. വേദാന്തത്തേക്കാൾ വലിയ ജ്ഞാനം എന്താണുള്ളത്? സയൻസ് ഇസ് ദി സെർച്ച് ഫോർ യൂണിറ്റി. അതിനും വലിയൊരു സയൻസ് ഉണ്ടോ? അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറയും. ഞാൻ പറയാം, ത്രിവക്രയെ സുന്ദരിയാക്കി മാറ്റിയേ ശ്രീകൃഷ്ണനെ മാതിരി എൻ്റെ മനസ്സിലുണ്ടായ വക്രതകളെ എല്ലാം കളഞ്ഞ് എന്നെ ഞാനാക്കി മാറ്റിയത് ഏകനാഥജിയാണ്. ഏകനാഥജിയുടെ ആയിരുന്നു എൻ്റെ അവസാനത്തെ, അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നത്, അതിനെ കറക്റ്റ് ചെയ്തത് ഏകനാഥജിയായിരുന്നു. അദ്ദേഹമാണ് എന്നെ വിവേകാനന്ദത്തിലേക്ക് കൊണ്ടുവന്നത്. ഒന്നും വിചാരിച്ചില്ല, എനിക്കൊരു ഓർഗനൈസേഷൻ എന്താണെന്നോ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള എന്നെ പിടിച്ചിട്ട് ഒരു വർക്കിംഗ് പ്രസിഡൻ്റായി അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റായി. പൂജ്യ രംഗനാഥാനന്ദ സ്വാമിയും ചിന്മയാനന്ദ സ്വാമിയും ഒക്കെ നിർബന്ധിച്ചതുകൊണ്ടാണ്. അവർ രണ്ടുപേരും പ്രത്യേകിച്ച് എനിക്ക് എഴുതി, ഈ സമയത്ത് കേന്ദ്രത്തിനെ കൈവെടിയരുത്, നീ കേന്ദ്രത്തിനൊരു അമ്മയായി നീ അവിടെ നിൽക്കണം എന്ന് അവർ രണ്ടുപേരും നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അവിടെ പ്രസിഡൻ്റായിട്ട്, അല്ലാതെ എനിക്കൊരു കഴിവുണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും വേണ്ടത് ഭാരത പരിക്രമ ചെയ്യാനായിട്ട് ജനറൽ കുക്കറിറ്റിയായിരുന്നു. അദ്ദേഹമാണ് എല്ലാം തീർച്ചയാക്കി വന്നത്. പെട്ടെന്ന് ഒക്ടോബർ 31 മറ്റോ ഒരു ഫോൺ കോൾ വെളുപ്പാങ്കാലത്ത് ജനറൽ കുക്കറിറ്റി ഹാർട്ട് അറ്റാക്കായി മരിച്ചു എന്ന്. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിലിരുന്ന ഗുരുദേവൻ എന്നോട് പറയാണ്, ആര് പറഞ്ഞോ വല്ലവരെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ പണി? ഇത് നിന്റെ പണിയല്ലേ, ഇത് നീ ചെയ്യേണ്ട പണിയല്ലേ? അപ്പോൾ ഞാൻ നിശ്ചയിച്ചു, ശരി, ഭാരത പരിക്രമ ഞാൻ ചെയ്യേണ്ട പണിയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമത്. 347 ദിവസം വിവേകാനന്ദ സന്ദേശങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് 26,000 കിലോമീറ്റർ ഭാരതത്തിൽ സഞ്ചരിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഭഗവാൻ ഗുരു എൻ്റെ കൂടെ നിന്ന് വഴികാട്ടിയായിട്ടാണ് എന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലും കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. വിവേകാനന്ദ കേന്ദ്രത്തിൽ വന്നതിന് ശേഷം അവിടെയുള്ള സഹോദരീ സഹോദരന്മാരെല്ലാം ചിലർക്ക് മാതൃരൂപേണ, ചിലർക്ക് സഖിരൂപേണ, ചിലർക്ക് ദീതിരൂപേണ, അങ്ങനെ പലതരത്തിലും അവിടെ എല്ലാവരെയും സ്നേഹിച്ചാദരിക്കാൻ ഞാൻ പഠിച്ചു. അവർക്ക് ആർക്കും എന്നിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും, ആർക്കും മനോദുഃഖം കൂടാതിരിക്കുക എന്ന് പറയുന്ന മാതിരി യാതൊരു തരത്തിലുള്ള മനോവിഷമങ്ങളും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് നിശ്ചയമായിട്ട് പറയാം. ഇനി അവസാനമായിട്ട് ഒരാളെ പറയാതെ നിവർത്തിയില്ല. ഇവിടെ ആരും സൂചിപ്പിച്ചില്ലേ, 40-40 കൊല്ലമായിട്ട് എൻ്റെ കൈയും പിടിച്ച് നടക്കണു. എന്നെ ഈ നിലയിലേക്കൊക്കെ കൊണ്ടു നടന്ന് ലോകരുടെ മുമ്പിലെല്ലാം വേണ്ട മാതിരി പ്രസൻറ്റ് ചെയ്തിരിക്കണ എൻ്റെ സഹോദരൻ, ആന്ധ്രയിൽ മുളച്ച് തമിഴ്നാട്ടിൽ വളർന്ന് കേരളത്തിൽ പുഷ്പിച്ച് നിൽക്കുന്ന എൻ്റെ സുധാകരൻ എന്ന മകൻ. അപ്പോൾ ഈ പുരസ്കാരത്തിൻ്റെ ഒരു ഭാഗം അവനുള്ളതാണ്. കൂടാതെ 10-26 കൊല്ലമായി ഞാൻ പ്രസവിക്കാത്ത മകൾ എന്ന് പറഞ്ഞ് എന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന, എന്താ സ്ഥലത്തിൻ്റെ പേര്? ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കാട്ടിൽ വളർന്നിരുന്ന ഒരു കൊച്ചു പെണ്ണ്, 10-18 വയസ്സിലേറ്റ് വന്നിട്ട് അവൾ വിടുമെടുക്കത്തിയായിട്ട് ഞാൻ അവിടെ ഇല്ലെങ്കിലും വിവേകാനന്ദ കേന്ദ്രം നടക്കും എന്നുള്ള മാതിരിയാണ്. അത്ര കഴിവുള്ള ഒരു മകളായിട്ട് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്കും ഈ പുരസ്കാരത്തിൽ നിന്നൊരു കഷ്ണം കൊടുക്കേണ്ടി വരും എനിക്ക്. അതുമാത്രമല്ല, എല്ലാ സജ്ജനങ്ങളും ലക്ഷ്മിയും ദുർഗയും സൂചിപ്പിച്ച മാതിരി അമ്മേ അമ്മേ എന്ന് വിളിച്ചു വരുന്ന പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാമിജിയുടെ ഒന്നും ബാക്കിയുണ്ടാവും തോന്നണില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിനെ മുഴുവനും വിവേകാനന്ദ കേന്ദ്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അത് മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു മഹത്തായ ഒരു സന്ദർഭം നൽകി എനിക്ക് എന്നെ തന്നെ വിലയിരുത്താൻ ഒരു അവസരം നൽകിയ സംഭൂജ്യ കൈവല്യാനന്ദ സ്വാമിക്കും കൂടെ പ്രവർത്തിച്ച പ്രകാശിയും മറ്റുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇനി അവസാനമൊന്ന് പറയണ്ടേ, എന്താ ഇന്നത്തെ യുവജനത്തിനുള്ള ഒരു സന്ദേശമുണ്ട്. ഞങ്ങളാക്കി വളർത്തിയ അമ്മയച്ഛന്മാർ 2 മഹത്തായ ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് തന്നു. ഒന്ന് ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും. ഇത് രണ്ടും ഇന്നത്തെ അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ചിലർക്ക് ആത്മവിശ്വാസം കൊടുക്കും, അധികമായ ആത്മവിശ്വാസം കൊടുക്കും, പക്ഷെ ദൈവവിശ്വാസം ഉണ്ടാകുകയില്ല.
ചിലപ്പോൾ അധികമായിട്ടുള്ള ദൈവവിശ്വാസം ഉണ്ടായിട്ട് അവരൊക്കെ ഭ്രാന്തന്മാരുടെ മേലെ നടക്കുന്നുണ്ടാവും. പക്ഷേ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അമ്മമാർ ശ്രദ്ധിക്കൂ, കുട്ടികൾക്ക് ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും തുടർച്ചയായി നൽകണം. കുട്ടിക്കാലത്ത് മുതൽക്ക് തന്നെ അവരുടെ ഉള്ളിൽ ഒരു ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിക്കൂ. ആ ശ്രീകൃഷ്ണൻ അവരോടൊപ്പം വളരട്ടെ. ആ ശ്രീകൃഷ്ണൻ്റെ കളികളിൽ കൂടി, ആ ശ്രീകൃഷ്ണൻ്റെ ലീലകളിൽ കൂടി അവസാനം അവർ ചെന്നെത്തുന്നത് ഗീതാസാരത്തിലായിരിക്കും. അന്ന് അവരുടെ ജീവിതം ധന്യമാകും, തീർച്ചയാണ്. ഈ ഒരു സന്ദേശം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അച്ഛനമ്മമാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സനാതനധർമ്മം ഏത് വഴിക്ക് പോയി പോകുമെന്ന് അറിയുന്നില്ല. വലിയ ഒരു ചുമതല അച്ഛനമ്മമാരുടെ കയ്യിലുണ്ട്. നിങ്ങളത് സമയം കണ്ടെത്തണം. കുട്ടികളെ കഴിവറിയരുത്. പലതരത്തിലുള്ള ലഹരികളും മറ്റതും നമ്മുടെ സമുദായത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ശ്രീകൃഷ്ണനും ശ്രീരാമനും ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ രാവണന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കണമോ? എന്തൊരു കഷ്ടമാണത്. അതിനെപ്പറ്റി നമ്മളെല്ലാവരും ചിന്തിക്കണം. അതിനുള്ളൊരു അവസരം കൂടിയാകട്ടെ ഈ ഒരു ശുഭാവസരം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സജ്ജനങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം.